ഹലോ, എൻ്റെ പേര് ഗസൽ. ഞാൻ നിഫ്റ്റ് ഡൽഹിയിലെ ഫസ്റ്റ് ഇയർ FD സ്റ്റുഡൻറ്റ് ആണ്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, ഇനി സെക്കൻഡ് ഇയറിലോട്ട്. അപ്പം 2 മാസത്തെ ബ്രേക്കിന് ഞാൻ യാറയിൽ ഇൻറ്റേണായിട്ട് ജോയിൻ ചെയ്തു. യാറേനെ കുറിച്ച് അറിഞ്ഞിട്ട് അങ്ങനെ തീരുമാനിച്ചല്ല, ഇൻറ്റേൺഷിപ്പ് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ആണല്ലോ, എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ദേ വേർ റിയലി കൂൾ. അപ്പം അതിനു മുമ്പ് ശ്രുതിയേട്ടനെ കണ്ടു. ശ്രുതിയേട്ടൻ ഭയങ്കര കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രുതിയേട്ടൻ്റെ കഥകളെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു, വെറുതെ കേട്ടോണ്ടിരിക്കാം. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും എന്താണ് ഒരു ബ്രാൻഡ് ലാംഗ്വേജ്, അതിനെങ്ങനെ മനസ്സിലാക്കണം, അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ കുറച്ചും കൂടെ മനസ്സിലാക്കി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് തോന്നിയ ഒരു ദിവസം ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരു ഷൂട്ടിന് പോയി, ബ്രൈഡൽ കളക്ഷൻ ഷൂട്ട്. എന്നിട്ട് ആ ഷൂട്ട് നല്ലപോലെ നടന്നു. ആ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ പഠിച്ചു. ലൈക്ക് ഒരു സ്പേസിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ടൈമിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ഇൻറ്റേൺ ആയിരുന്നു കാർത്തിക, അതുപോലെ ഗായത്രി, പിന്നെ ആരുഷി വന്നു. അതിന് മുമ്പ് അപർണ ഉണ്ടായിരുന്നു, പിന്നെ ലെവിൻ ഉണ്ട്, പിന്നെ അഫ്ലഹ ഉണ്ട്, പിന്നെ നാസിഷ ഉണ്ട്, ഫായിസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും നല്ല രസമാണ്. പിന്നെ മുഹസിൻ ഉണ്ട്. എല്ലാവരും ഓരോരോ രീതിയിൽ ചളികൾ പറയുന്നു, സന്തോഷിക്കുന്നു. അതാണ് എവറി ഡേ ഇൻ യാറ. ഇനി ഇതിൻ്റെ എല്ലാം മുകളിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട യാസർക്ക. സംഭവം യാസർക്കയായിട്ട് എനിക്ക് അത്ര വലിയ കോൺവെർസേഷൻസ് ഉണ്ടായിട്ടില്ല. 2-3 മീറ്റിങ്ങിൽ യാസർക്കയായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഒരു പ്രാവശ്യം ഞാൻ അങ്ങോട്ട് ചെന്ന് സംസാരിച്ചു. ഇവിടുത്തെ ഒരു നജീബ് ഖാൻ്റെ വർക്ക്ഷോപ്പ് കഴിഞ്ഞപ്പം എനിക്കൊരു ഐഡിയ ഇങ്ങനെ വന്നു. ഐഡിയ അല്ല, എനിക്കിങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണക്റ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ചു യാസർഖാനോട് സംസാരിക്കും. അങ്ങനെ ഞാൻ സംസാരിച്ചു. ആൻഡ് ഹീ actually heard me, and he actually noted things down and was really attentive to what I was saying. That was really respectful and that was really nice. Even though നമ്മുടെ സ്പാർക്ക് വളരെ ചെറുതാണ്, അല്ലെങ്കിൽ നമ്മുടെ കഴിവ് വളരെ ചെറുതാണെന്ന് നമുക്ക് തോന്നിയിരിക്കുന്ന മൊമെൻറ്റിൽ പോലും അത് കെട്ടുപോകാതെ അവർ നോക്കാറുണ്ട്. ഇവിടെ ഇത്രയും ദിവസം നല്ലതാക്കാൻ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി. യാറയ്ക്കും നന്ദി.